أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأوحينا إلى موسى أن أسر بعبادي إنكم متبعون فأرسل فرعون في المدائن حاشرين إن هؤلاء لشرذمة قليلون وإنهم لنا لغائظون وإنا لجميع حاذرون فأخرجناهم من جنات وعيون وكنوز ومقام كريم كذلك وأورثناها بني إسرائيل. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1239 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറായിലെ 52 മുതൽ 59 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൗഹൈനാ ഇലാ മൂസാ അൻ അസ്രി ബിഇബാദി ഇന്നകും മുത്തബഊൻ فأرسل فرعون في المدائن حاشرين إن هؤلاء لشرذمة قليلون وإنهم لنا لغائظون وإنا لجميع حاذرون فأخرجناهم من جنات وعيون وكنوز ومقام كريم كذلك وأورثناها بني إسرائيل. صدق الله العلي العظيم. സൂറത്ത് ശുഅറായിലെ 52 മുതൽ 59 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം ഫിറഔനുമായുള്ള ആശയ സംവാദത്തിന്റെ പര്യവസാനമായിട്ട് മൂസ അലൈഹി ഇസ്ലാം കാണിച്ച ദൈവിക ദൃഷ്ടാന്തങ്ങൾക്ക് അത് ദൈവിക ദൃഷ്ടാന്തങ്ങളല്ല, കേവലം ആഭിചാരകന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെയുള്ള ആഭിചാര കൃത്യങ്ങൾ ചെയ്യാൻ ഈജിപ്തിലെ സാഹിറുകൾക്ക് സാധിക്കും എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഫിറഔൻ നാട്ടിലെമ്പാടുമുള്ള സാഹിറുകളെ വിളിച്ചു വരുത്തുകയും മൂസ അലൈഹി ഇസ്ലാമുമായി ഒരു മത്സരം നടത്തിക്കുകയും ചെയ്തു. ഈ സംഭവം നമ്മൾ കാണുകയുണ്ടായി. മൂസ അലൈഹി ഇസ്ലാം തറയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വടിയിട്ടപ്പോൾ അതൊരു അത്യുഗ്രൻ സർപ്പമായി മാറി. സാഹിറുകള് അവരുടെ കയറുകളും വടികളും ഒക്കെ നിലത്തിട്ട് സർപ്പമാക്കിയിട്ടുണ്ടായിരുന്നതിനെയൊക്കെ അത് നിഷ്പ്രഭമാക്കുകയോ വിഴുങ്ങിക്കളയുകയോ ചെയ്തു. അതോടെ മൂസ അലൈഹി ഇസ്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് കേവലം ആഭിചാരക്രിയയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മാന്ത്രിക വിദ്യയല്ല, ഇത് ദൈവിക ദൃഷ്ടാന്തം തന്നെയാണ് എന്നത് ആദ്യം ബോധ്യപ്പെടുന്നത് സാഹിറുകൾക്കാണ്. അവര് മൂസ അലൈഹിസ്സലാം പ്രതിനിധാനം ചെയ്യുന്ന റബ്ബിനെ, റബ്ബുൽ ആലമീനെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ. മൂസായും ഹാറൂനും വിശ്വാസം കൊണ്ടിരിക്കുന്ന
പ്രപഞ്ചങ്ങളുടെ നാഥനിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതോടെ ഫിറഔൻ അവരുടെ നേരെ തിരിയുന്നു. തന്റെ അനുമതിയില്ലാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മുതിർന്ന സാഹിറുകളെ കൈകാലുകൾ കുറുകെ ഛേദിച്ചു കളയും, കുരിശിലേറ്റിക്കളയും എന്നൊക്കെയാണ് ഫിറഔൻ ഭീഷണി മുഴക്കിയത്. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഏതായാലും ഞങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്കാണ് തിരികെ പോകാനിരിക്കുന്നത്. അവൻ ഞങ്ങൾക്ക് എല്ലാം പുറത്തു തരികയും ഞങ്ങൾക്ക് മുന്തിയ പരിഗണന തരികയും ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഞങ്ങളാണല്ലോ വിശ്വാസമാർഗത്തിൽ ആദ്യമായി മുന്നിട്ട് വന്ന കൂട്ടർ എന്നതിനാൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും അവൻ പുറത്തു തരും. ഇതാണ് സാഹിറുകള് അവരുടെ പ്രതീക്ഷ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയുണ്ടായത്. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നത് ഖുർആൻ സാഹിറുകളുടെ കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കപ്പെട്ടത്, അവരെ പിടികൂടി കൈകാലുകൾ കുറുകെ ഛേദിച്ചു കളയുകയും ശേഷിക്കുന്ന ശരീരം കുരിശിലേറ്റുകയും ചെയ്തോ എന്നത് ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറിച്ചൊരു സാധ്യത സാഹിറുകളുടെ കാര്യത്തിൽ ഫിറഔൻ മറ്റൊരു നടപടി സ്വീകരിച്ചതായിട്ട് ഒരു സൂചനയും എവിടെയും ഇല്ല എന്നത് മാത്രമല്ല, ഖുർആന്റെ വിവരണത്തില് ഇതിന്റെ തുടർ നടപടികളായി വന്ന ബാക്കി കാര്യങ്ങളെ കുറിച്ചുള്ള സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മത്സരം അരങ്ങേറി ഒരുപക്ഷെ ഏതാനും വർഷങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തെ പിൻപറ്റിയ ബനു ഇസ്രായേൽ സമൂഹവും ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പൊ അതിനിടക്ക് അത്രയും കാലം ഈ സാഹിറുകളെ ഫിറഔൻ വെച്ച് പൊറുപ്പിച്ചു എന്നൊന്നും അനുമാനിക്കുന്നതിന് അർത്ഥമില്ല. അയാള് പ്രതികാര നടപടി തീർച്ചയായിട്ടും സ്വീകരിച്ചിട്ടുണ്ടാവാനാണ് സാധ്യതയുള്ളത്. അപ്പോ തുടർന്നുണ്ടായ ഒരു സംഭവം അള്ളാഹു വിവരിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ. ഇന്നാ നെത്മാവു, അതിന്റെ മുമ്പ് അതിനുശേഷം ആ 51-ാമത്തെ ആയത്തിന് ശേഷമുള്ള ഭാഗം നോക്കുക. 52 മുതൽ 59 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. അതിന്റെ തുടക്കത്തിൽ വൗഹൈന മൂസ, മൂസാക്ക് നാം ഒരു ദിവ്യ വെളിപ്പാട് നൽകുകയുണ്ടായി. അൻ അസ്രി ബി ഇബാദി, എനിക്ക് വഴിപ്പെട്ട എന്റെ അടിയാറുകളുമായിട്ട് രാത്രിക്ക് രാത്രി തന്നെ, രായ്ക്ക് രാമാനം പുറപ്പെട്ടുകൊള്ളാനാണ് മൂസ അലൈഹി ഇസ്ലാമിന് വെളിപ്പാടിലൂടെ അള്ളാഹു നിർദ്ദേശം നൽകുന്നത്. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. വൗഹൈന ഇലാ മൂസ, മൂസാക്ക് നാം ഒരു വെളിപ്പാട് നൽകുകയുണ്ടായി. അൻ അസ്രി ബി ഇബാദി, എന്റെ അടിമകളെയും കൊണ്ട് രാത്രി തന്നെ പുറപ്പെടാം. രാത്രി യാത്ര നടത്തുന്നതിനാണ് ഇസ്രാ എന്ന് പറയാം. നമുക്ക് മെഹ്റാജും ഇസ്രാവും ഒക്കെ പരിചയമുള്ള കാര്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രി നടത്തിയ യാത്രക്കാണ് ഇസ്രാ എന്ന് സാങ്കേതികമായിട്ട് പറയാറുള്ളത്. അതിന്റെ സൂചന രാത്രി നടത്തുന്ന യാത്ര എന്നതാണ്. അപ്പൊ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന് നാം വെളിപ്പാടിലൂടെ ഒരു നിർദ്ദേശം നൽകി. ഞാൻ അസ്രി ബി ഇബാദി, എന്റെ അടിമകളെയും കൊണ്ട് രാത്രി തന്നെ പുറപ്പെടണമെന്ന്. എന്ന് പറഞ്ഞാൽ ബനു ഇസ്രായേലിനെ നയിച്ചുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഒരു രാത്രി ഈജിപ്തിൽ നിന്ന് പുറപ്പെടാൻ നാം മൂസ അലൈഹി ഇസ്ലാമിന് നിർദ്ദേശം നൽകുകയുണ്ടായി. ഇന്നക്കും മുത്തബാവും, എന്നിട്ടൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പിന്തുടരപ്പെടുന്നവരാണ്. നിങ്ങളെ പിന്തുടർന്ന് ശത്രുക്കൾ എത്തും, നിങ്ങൾ ചേസ് ചെയ്യപ്പെടും. ഫിറൗനും അയാളുടെ സൈന്യവും നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുറകിലായിട്ട് എത്തും. അത് നിങ്ങൾ കരുതിയിരിക്കണം. ആ ജാഗ്രതയോടുകൂടി തന്നെ രാത്രി എല്ലാവരെയും കൂട്ടി പുറപ്പെടാനാണ് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു
നിർദ്ദേശം നൽകിയത്. ഫഅർസല ഫിർഔനു ഫിൽ മദാഇനി ഹാശിരീൻ. ഫിർഔൻ പട്ടണങ്ങളിലൊക്കെ തന്നെ തന്റെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയച്ചിട്ട് റിക്രൂട്ട്മെന്റ് നടത്താൻ തുടങ്ങി. സൈന്യത്തിലേക്കുള്ള പുതുതായി ചേരാൻ ഉദ്ദേശിക്കുന്നവരെ ചേർക്കുന്ന പരിപാടി. അതിന്റെ കാരണം അയാൾ മുന്നോട്ട് വെക്കുന്നത് മൂസ അലൈഹി ഇസ്ലാമും സംഘവും നാട്ടിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അവരെ അടിച്ചമർത്തണമെങ്കിൽ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും പുതിയ സൈനികരെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി സൈനികരെ ശേഖരിച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് പട്ടണങ്ങളിലേക്ക് ഫിർഔൻ അയാളുടെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയച്ചു. ഫഅർസല ഫിർഔനു ഫിൽ മദാഇനി ഹാശിരീൻ. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും ബനൂ ഇസ്രായേൽ സമൂഹത്തെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ എല്ലാ പട്ടണങ്ങളിലും എല്ലാ ജനവാസ കേന്ദ്രങ്ങളിലും സൈന്യം സജ്ജരായിരിക്കണം എന്നതാണ് ഫിർഔൻ തീരുമാനിച്ച കാര്യം. നമുക്ക് ഏകദേശം ഒന്ന് ആലോചിച്ചാല് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഏതെങ്കിലും അൺറെസ്റ്റ് ഉള്ള പ്രദേശങ്ങളിലേക്ക് പ്രത്യേക സൈന്യത്തെ ഇറക്കുന്ന പോലെയുള്ള ഒരു കാര്യം. ഇവിടെ പുതിയ റിക്രൂട്ട്മെന്റ് കൂടി നടത്തിക്കൊണ്ട് സൈന്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇവരെ ഈ നേരത്തെ തന്നെ എല്ലാവിധ പീഡനങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തെ അടിച്ചമർത്താൻ വേണ്ടിയാണ് സൈന്യത്തെ വികസിപ്പിക്കുന്നത്. ഫഅർസല ഫിർഔനു ഫിൽ മദാഇനി ഹാശിരീൻ. ഹശറ എന്ന് പറഞ്ഞാൽ ആ വാക്കുന്നാണ് മഹ്ശറൊക്കെ ഉണ്ടാകുന്നത്, ഒരുമിച്ച് കൂട്ടി എന്നാണ് അർത്ഥം. അപ്പൊ നാട്ടിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും യോഗ്യരായ ആരോഗ്യമുള്ള സൈനിക സേവനത്തിന് കൊള്ളുന്ന അതുപോലെ നേതൃപാഠവും ഒക്കെയുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് അവരെ ബനൂ ഇസ്രായേലിനെതിരില് തിരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് ഫിർഔൻ നടപടി സ്വീകരിക്കുകയുണ്ടായത്. ഇന്ന ഹഉലാഇ ലശിർദിമതുൻ ഖലീലൂൻ. ആ ഘട്ടത്തില് ഫിർഔന്റെ വ്യക്തിപരമായ ഈഗോ പ്രകടമാവുന്ന ഒരു സംസാരവും അയാൾ നടത്തുന്നുണ്ട്. ഇന്ന ഹഉലാഇ ലശിർദിമതുൻ ഖലീലൂൻ. ഇവര് വളരെ തുച്ഛമായ വളരെ ചെറിയ ഒരു സംഘം മാത്രമാണ്. പക്ഷെ അവരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവര് വല്ലാത്ത ധിക്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവർ പറയുന്നത്. ഇന്ന ഹഉലാഇ, നിശ്ചയമായിട്ടും ഈ കൂട്ടർ, ലശിർദിമത്തുൻ, ഒരു സംഘമാണ്, ഖലീലൂൻ, വളരെ പരിമിതമായ എണ്ണം മാത്രം ആളുകളല്ല, ചുരുങ്ങിയ ആളുകൾ മാത്രമല്ല, ഒരു ബാൻഡ് ഓഫ് പീപ്പിൾ ആണ് ഇവര്. പക്ഷെ അവര് രാജ്യത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇതാണ് ഫിർഔൻ പറയുന്നത്. ഭരണകൂടങ്ങള് എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. തങ്ങളുടെ താല്പര്യത്തിനും ഇച്ഛക്കും വിരുദ്ധമായിട്ട് ആര് സംഘടിതരായി ചെറിയ സംഘങ്ങൾ പോലും വരുന്നത് അവർക്ക് വലിയ ഭീഷണിയായിട്ടാണ് അനുഭവപ്പെടുക. അങ്ങനെ ആ ഭീഷണിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവര് നടത്തുന്ന ഒരുക്കങ്ങള്, സൈനിക സന്നാഹങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ ഭീഷണിയേക്കാൾ എത്രയോ വലിയ വിധത്തിലുള്ള സൈനിക സന്നാഹങ്ങളും നടപടികളും ഒക്കെ ആയിരിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയുള്ള സംഗതികൾ കാണാറുണ്ട്. അപ്പോ ഇത് വളരെ ചെറിയൊരു സംഘമാണ്, പക്ഷെ ഇവരെ കൈകാര്യം ചെയ്യാതെ പറ്റില്ല. എന്തിന്റെ പേരിലാണ് കൈകാര്യം ചെയ്യുന്നത്? മൂസ അലൈഹി ഇസ്ലാമും അനുയായികളും വല്ല അടിസ്ഥാനരഹിതമായ കാര്യം പറഞ്ഞതുകൊണ്ടോ അസത്യം പറഞ്ഞതുകൊണ്ടോ ആളുകളെ തെറ്റായ വഴിയിലേക്കോ അപകടകരമായ കാര്യങ്ങളിലേക്കോ നയിച്ചതുകൊണ്ടോ ഒന്നുമല്ല. അവര് സത്യം ഉദ്ഘോഷിക്കുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങളോട് സംഘർഷപ്പെടുന്നത് എന്തും ഭീഷണിയാണ്. അത് സത്യമായാലും കുഴപ്പമില്ല, നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയായാലും തിരക്കിടില്ല, അവരതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങും. അപ്പോ ഈ ആളുകളിലെ ഷിർദിമത്തുൻ ഖലീലൂൻ, ചെറിയൊരു സംഘമാണ്. വൈന്നഹും ലന ലഗായിലൂൻ, പക്ഷെ അവര് നമ്മെ വല്ലാതെ
ശുണ്ഠി പിടിപ്പിക്കുന്നുണ്ട്. അതാണ് കാര്യം. അവർക്കെതിരിൽ നടപടി സ്വീകരിച്ചേ പറ്റൂ. കാരണം അവരുടെ അനുസരണക്കേട്, ധിക്കാരം, അവരുടെ ഈജിപ്തിൽ നിലനിൽക്കുന്ന അധികാരഘടനയെ വിലമതിക്കാത്ത വിധത്തിലുള്ള അവരുടെ നിലപാടുകളും നയങ്ങളും ഇതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഫിറോൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നഹും ലനാ ലഗായിലൂൻ. ഗയൽ എന്ന് പറഞ്ഞാല് ക്രോധം, ദേഷ്യം എന്നൊക്കെയാണ് അർത്ഥം. ഗായിൽ എന്ന് പറഞ്ഞാൽ കോപമുള്ളവൻ. അപ്പോ അവര് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ശുണ്ഠി പിടിപ്പിക്കുന്ന, ഞങ്ങളിൽ കോപം ഉണർത്തുന്ന വിധത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിധേയപ്പെട്ട് നമ്മൾ പറയുന്നത് കേട്ട് അനുസരണമുള്ള ആളുകളായിട്ടല്ല അവർ കഴിയുന്നത്. അവര് ധിക്കാരപരമായി പെരുമാറുന്നു, അനുസരണക്കേട് കാണിക്കുന്നു, നമ്മുടെ ആ സ്ഥാനത്തെയും പദവിയെയും ഒക്കെ അവര് നിസാരമായി കാണുന്നു, അവര് നമ്മളെ ചോദ്യം ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്രശ്നം. വൈന്നഹും ലനാ ലഗായിലൂൻ. തീർച്ചയായിട്ടും അവര് ഞങ്ങളെ വല്ലാതെ ശുണ്ഠി പിടിപ്പിക്കുകയാണ്. വൈന്നാല ജമീഉൻ ഹാദിറൂൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഭയങ്കര ജാഗ്രതയുള്ളവരാവണം. ഇതാണ് ഫിറോൻ പറയുന്നത്. വലിയൊരു സംഘമൊന്നുമല്ല, ഒരുപാട് ആളുകളുള്ള ഒരു വിഭാഗമൊന്നുമല്ല. അവര് ചെറിയൊരു സംഘമാണ്. അതുകൊണ്ട് ഇവരുടെ കാര്യത്തില് നമുക്ക് ജാഗ്രതയോടുകൂടി രംഗത്ത് വന്നേ പറ്റൂ. ഇവർ ചെറിയൊരു സംഘമാണെങ്കിലും ആ ഒരു പ്രവണത വലിയ അപകടം ഉണ്ടാക്കുന്നതാണ്. അത് നമുക്ക്, നമ്മുടെ അധികാര സംവിധാനങ്ങൾക്കൊക്കെ വലിയ ഭീഷണിയാണ്. അത് അങ്ങനെ പച്ചയായിട്ട് അവർ പറയില്ല. രാജ്യത്തിന് ഭീഷണിയാണെന്നാ പറയാ. രാജ്യത്തിന് ഭീഷണിയാണ്. നമ്മുടെ കാലഘട്ടത്തില് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഭീഷണിയാണ്, രാഷ്ട്രത്തിന് വലിയ ഭീഷണിയാണ് എന്നൊക്കെയാണ് പറയാം. അവരും അങ്ങനെയൊക്കെ പറയുമ്പോഴും അവരുദ്ദേശിക്കുന്നത് ആ പറയുന്ന ആളുകളും അവരെ പിന്തുണക്കുന്നവർക്കും ഭീഷണിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാതെ രാജ്യത്തിനൊന്നും ഭീഷണി ആയതുകൊണ്ടല്ല. രാജ്യം കൈകാര്യം ചെയ്യുന്ന ഈ ആളുകൾക്ക് അവരുടെ നിലനിൽപ്പിന്, അവരുടെ അധികാരം നിലനിർത്തി പോകുന്നതിനൊക്കെ ഭീഷണിയാവുന്നുണ്ടാവും. അപ്പോ വൈന്നാല ജമീഉൻ ഹാദിറൂൻ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വലിയ ജാഗ്രതയുള്ളവരാകണം. ഇതാണ് ഫിറോവിന്റെ നിർദ്ദേശം. അപ്പോ സ്വാഭാവികമായിട്ടും സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്, ഫിറോവിന്റെ ഉദ്യോഗസ്ഥന്മാര് ഈജിപ്തിലെ എല്ലാ പട്ടണങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും പോയി ഈ ബനു ഇസ്രായേലിനെ കൈകാര്യം ചെയ്യാൻ വേണ്ട പ്രത്യേകമായ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുകയാണ്. അതിൽ നാട്ടിലെ ഓരോ പ്രദേശങ്ങളിലെയും പൗരപ്രമുഖന്മാരും പ്രമാണിമാരും കടിമിടുക്കുള്ള സൈനിക സേവനത്തിന് പറ്റുന്ന യുവാക്കളും ഒക്കെ അതിൽ അണിനിരന്ന് വലിയ ഒരു സന്നദ്ധ സംഘടന തന്നെ ഉണ്ടാവുകയാണ്. അപ്പൊ ഒരു സന്നദ്ധ സേന ഉണ്ടായി വരണം എന്നാണ് ഫിറോൻ പറയുന്നത്. നമ്മൾ വലിയ ജാഗ്രത കാണിക്കണം. ചെറിയൊരു സംഘമാണെങ്കിലും അവരെ വെറുതെ അങ്ങ് വിടാൻ പറ്റില്ല. അവരെ വെറുതെ വിട്ടാൽ അവര് വളർന്ന് രാജ്യത്തിന് വലിയ ഭീഷണിയാവും. ഇതൊക്കെയാണ് ഫിറോവിന്റെ സംസാരം. അങ്ങനെയാണ് എല്ലാ പട്ടണങ്ങളിലേക്കും ഫിറോൻ ഉദ്യോഗസ്ഥന്മാരെ അയക്കുന്നത്. അതിന്റെ ഫലം എന്താണ്? സ്വാഭാവികമായിട്ടും എല്ലാ പ്രദേശങ്ങളിലും ഓരോ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും അവിടുത്തെ യോഗ്യരായ, നല്ല കഴിവുള്ള, ശക്തിയുള്ള, ആരോഗ്യമുള്ള ആളുകളൊക്കെയും ഫിറോവിനെ പിന്തുണക്കാൻ വേണ്ടി ഈ സന്നദ്ധ സേനയില് അണിനിരക്കുക. അങ്ങനെ അണിനിരക്കുമ്പോൾ അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകും. ഇപ്പൊ ഫിറോവിനെ പിന്തുണച്ചുകൊണ്ട് നിന്നാൽ നാളെ മറ്റന്നാളായിട്ട് അതിന്റെ പല ഗുണവും ഫിറോവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് കിട്ടും എന്നൊക്കെയുള്ള കണക്കുകൂട്ടൽ അവർക്ക് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഫഅഖ്റജ്നാഹും മിൻ ജന്നാത്തിൻ വഉയൂൻ. അങ്ങനെ നാം അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ ആളുകളെയൊക്കെ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന്, അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. എല്ലാ പട്ടണത്തിലേക്കും ഫിറോവിൻ ആളുകളെ പറഞ്ഞയച്ചല്ലോ. അപ്പൊ ഈ പട്ടണ കേന്ദ്രങ്ങളിൽ നിന്ന്
അതുപോലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെയായിട്ട് അവിടുത്തെ സകല യോഗ്യന്മാരായ ആളുകളെയും ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്നതുകൊണ്ട് ആ ഇടങ്ങളിൽ നിന്നൊക്കെ അവര് പുറത്തേക്ക് വന്നു. അഖ്റജ്നാഹും എവിടുന്നൊക്കെയാണ് വന്നത്? മിൻ ജന്നാത്തിൻ വഉയൂൻ, തോട്ടങ്ങളിൽ നിന്ന്, അവരുടെ നീരുറവകളിൽ നിന്ന്, വകുനൂസിൻ, നിധി കുംഭങ്ങളിൽ നിന്ന്, വമഖാമിൻ കരീം, അവരുടെ രമ്യഹർമ്മ്യങ്ങളിൽ നിന്ന്, ഇവിടുന്നൊക്കെ ആയിട്ട് അവരിറങ്ങി പുറപ്പെട്ടു വന്നു. അപ്പൊ അവരുടെ ഭൗതിക ജീവിതത്തിന്റെ സുഖലോലുപതയുടെ അടയാളപ്പെടുത്തലുകളാണ് ഇതൊക്കെ തന്നെ. ജന്നാത്തും വഉയൂൻ എന്ന് പറയുന്നത് തോട്ടങ്ങളും അരുവികളും, അതൊക്കെ തന്നെ കാർഷിക വൃത്തിയുമായി ബന്ധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമായ സംഗതികളാണ്. അപ്പൊ അവരുടെ വലിയ തോട്ടങ്ങൾ എന്ന് പറഞ്ഞ കർഷകര് തോട്ടത്തിന് അങ്ങനെ അസമയത്തൊന്നും വിട്ടു നിൽക്കുകയൊന്നുമില്ല. തോട്ടത്തിന്റെ ആ കൃഷിയുടെ ഓരോ ഘട്ടം അവരുടെ സാന്നിധ്യം ആവശ്യമുള്ളതൊക്കെ ആയിരിക്കും. അപ്പോ തോട്ടങ്ങളിൽ നിന്നൊന്നും സാധാരണഗതിയിൽ കർഷകരങ്ങ് ഇറങ്ങിപ്പോരൊന്നുമില്ല. ഇവിടെ ഫിറോവിന്റെ വിളംബരത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് ഈ ആളുകളൊക്കെയും തന്നെ അവരുടെ തോട്ടങ്ങളോട് ചേർന്നുള്ള അരുവികളും, അവരുടെ നിധിശേഖരങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന നിധികുംഭങ്ങളും, അതുപോലെ മുഖാമുൻ കരീം, അവരുടെ വലിയ വലിയ മണിമാളികകളും, അവരുടെ രമ്യഹർമ്മ്യങ്ങളും, ഇതൊക്കെയും പുറകിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ആളുകള് ഫിറോവിന്റെ വിളംബരത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടുകയുണ്ടായത്. വേറെ നിലക്ക് പറഞ്ഞാൽ അവരുടെ ഈ സുഖവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അവരുടെ ഈ സാമ്പത്തികമായ പിൻബലമായിരുന്ന, അവരുടെ വലിയ ഐശ്വര്യത്തിന്റെ ഒക്കെ ലക്ഷണമായിരുന്ന തോട്ടങ്ങളും നിധികുംഭങ്ങളും വലിയ വലിയ വീടുകളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവരവിടുന്ന് പോരുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുന്നൊക്കെ അവരെ നാം പുറത്താക്കുകയുണ്ടായി. ചില വിവർത്തകർ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അഖ്റജ്നാഹും, നാം അവരെ പുറത്താക്കി എന്നാണ് കൊടുത്തിട്ടുള്ളത്. എവിടുന്നൊക്കെയാണ് പുറത്താക്കിയത്? അവരുടെ തോട്ടങ്ങള്, അവരുടെ അരുവികള്, അവരുടെ നിധിശേഖരങ്ങള്, അവരുടെ മഖാമുൻ കരീം, അവരുടെ രമ്യഹർമ്മ്യങ്ങൾ, വലിയ ആകർഷകമായ നല്ല ഭവനങ്ങൾ, അതിൽ നിന്നൊക്കെ അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവരെ പുറത്താക്കി. കുനൂസിൻ വ മഖാമിൻ കരീം. എന്നിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് കദാലിക വ ഔറസ്നാഹ ബനീ ഇസ്രായീൽ, ഇത് പ്രകാരം അങ്ങനെ നാം ചെയ്തു. എന്നിട്ടോ വ ഔറസ്നാഹ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേലിനെ ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ അനന്തരാവകാശികളാക്കി മാറ്റുകയും ചെയ്തു. ഇന്നലെ വരെ ഈ രമ്യഹർമ്മ്യങ്ങളും തോട്ടങ്ങളും ഈ ഉദ്യാനങ്ങളും ഈ അരുവികളും നിധികുംഭങ്ങളും ഒക്കെ ബനൂ ഇസ്രായേലിന് നിഷിദ്ധമായിരുന്നു. അതിന്റെയൊക്കെ ആളുകളായിരുന്നു ഈജിപ്തിലെ ഫിറോവനും അയാളെ പിന്തുണക്കുന്ന ഖിബ്തി വംശത്തിൽപ്പെട്ട ആളുകളും. ഒരൊറ്റ രാത്രി ഫിറോവിന്റെ ആഹ്വാനപ്രകാരം പട്ടണങ്ങളിൽ നിന്നൊക്കെ സജ്ജരായി ഫിറോവിന് വേണ്ടി സൈനിക സേവനം ചെയ്യാൻ വേണ്ടി അവരിറങ്ങി പുറപ്പെട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്താന്നല്ലേ നമ്മൾ ആലോചിക്കുക, തിരിച്ചങ്ങോട്ട് ചെല്ലണില്ലെങ്കിൽ അവരെ അവിടെ നിന്നൊക്കെ പുറത്താക്കിയതായ ഫലമാണല്ലോ ഉണ്ടാവുക. അതാണ് സംഭവിച്ചത്. അവരെ ഈ നാടുകളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന്, ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ആ അവരുടെ സുഖാഡംബര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ആ ഫിറോവിന്റെ ആളുകളെ അള്ളാഹു പുറത്താക്കി. അവിടെ നിന്നൊക്കെ അവരെ ഇറക്കി വെളിയിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പിന്നീട് ഉണ്ടായ ഒരു കാര്യം, കദാലിക, ഇപ്രകാരമാണ് നാം അവരെ കൈകാര്യം ചെയ്തത്. എന്നിട്ടോ ഔറസ്നാഹ ബനീ ഇസ്രായീൽ, ഇങ്ങനെയുള്ളതിന്റെയൊക്കെ അവകാശികളാക്കി മാറ്റി നാം ബനൂ ഇസ്രായേലിന്. പിന്നീട് ഉണ്ടാവുന്നത്, അടുത്ത വേവില് ഇത്തരം സുഖ ആഡംബര സാധ്യതകള് ബനൂ ഇസ്രായേലിനാണ് കരഗതമാവുകയുണ്ടായത്. പിന്നീട് ഒരിക്കലും തന്നെ കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ഫിറോവിന്റെ ആളുകൾക്ക് അത്തരം
സുഖാഡംബരത്തിന്റെ സൗകര്യങ്ങളൊന്നും കരഗതമാവുന്നില്ല. അതൊക്കെ പിന്നീട് ലഭിക്കുന്നത് അതിന്റെയൊക്കെ ഈ ഭാഷാപരമായി ഈ വാചകം കദാലിക്ക അത് പ്രകാരം വൗറസ്നാഹ ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കളെ നാം അതിന്റെ അനന്തരാവകാശികളാക്കി എന്നാണ് ഇവിടെ. ഈ വാചക ഘടന കാരണമായിട്ട് പലരും അതിനെ ഈ ഖിബ്തി വംശത്തിൽപ്പെട്ട ആളുകൾ വിട്ടേച്ചു പോയ സമ്പത്തുക്കളുടെയും തോട്ടങ്ങളുടെയും ഹർമ്യങ്ങളുടെയും ഒക്കെ അനന്തരാവകാശികളായി ബനു ഇസ്രായേൽ മാറി എന്ന് വിശദീകരിക്കാറുണ്ട്. അതൊരു തെറ്റായ വിശദീകരണം. ആ വിശദീകരണം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ബനു ഇസ്രായേൽ സമൂഹം ചെങ്കടൽ കടന്നു പോയതിന് ശേഷം ഫറോവയും കൂട്ടരും ചെങ്കടലില് മുങ്ങി മരിച്ചതിന് ശേഷം അവര് വീണ്ടും ഈജിപ്തിലേക്ക് തിരിച്ചുപോയി ഈ ഖിബ്തി വംശത്തിൽപ്പെട്ട ആളുകളുടെ രമ്യഹർമ്മങ്ങളും ഉദ്യാനങ്ങളും തോട്ടങ്ങളും ഒക്കെ അവിടേക്ക് പോയിട്ട് അവരുടെ നിധികുംഭങ്ങളും സമ്പത്തും ഒക്കെ പോയി അനന്തരമെടുക്കുന്ന വിധത്തിൽ അവർ തിരിച്ചുപോയി എന്ന് മനസ്സിലാക്കേണ്ടി വരും. പക്ഷെ അത് ചരിത്രപരമായിട്ട് ശരിയല്ല. വിശുദ്ധ ഖുർആന്റെ വിവരണത്തിനും ബാക്കിയിടങ്ങളിലുള്ള വിവരണത്തിനോടും യോജിക്കുന്ന ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് ഇത് ഉടനെ അവര് ബനു ഇസ്രായേൽ സമൂഹം അങ്ങോട്ട് തിരിച്ചുപോയി എന്ന് മനസ്സിലാക്കുന്നതിന്, എന്നിട്ട് അവര് അവിടെ പോയിട്ട് ഖിബ്തി വംശത്തിന്റെ ആ സമ്പത്തൊക്കെ ഏറ്റുവാങ്ങി അതിന്റെ അനന്തരാവകാശികളായി മാറി എന്ന് മനസ്സിലാക്കുന്നതിൽ ചരിത്രപരമായിട്ടും അതുപോലെ വിശുദ്ധ ഖുർആന്റെ വേറെ ചിലയിടങ്ങളിലുള്ള വിവരണത്തിനും യോജിക്കാത്ത, അതുമായി സംഘർഷപ്പെടുന്ന ഒരു കാര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ബനു ഇസ്രായേൽ സമൂഹം ഏറ്റുവാങ്ങിയ, അവര് അനന്തരാവകാശികളായി മാറിയ സമ്പത്തൊന്നും ഖിബ്തികളുടേതാണ് എന്ന് അനുമാനിക്കുന്നത് ശരിയല്ല എന്നാണ് വേറെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കദാലിക വൗറസ്നാഹ ബനി ഇസ്രായേൽ, അത് പ്രകാരം ബനു ഇസ്രായേലിനെ നാം ഇതിന്റെ അനന്തരാവകാശികളാക്കി. അതൊരു പൊതുവായ പ്രസ്താവനയാണ്. സമീപകാലം വരെ ഖിബ്തി വംശത്തിൽപ്പെട്ടവരായിരുന്നു ഇതിന്റെയൊക്കെ ഉടമസ്ഥര്. പിന്നീട് നാം അത്തരം സമ്പത്തുക്കളുടെയും ഐശ്വര്യങ്ങളുടെയും അതുപോലെ സുഖലോലുപതയുടെയും ഒക്കെ അനന്തരാവകാശികളാക്കി മാറ്റിയത് ബനു ഇസ്രായേലിനെയാണ്, ഇസ്രായേൽ മക്കളെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഈ എല്ലാ ആയത്തുകളും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നത്. ഫലസ്തീനിലേക്ക് അവര് വർഷങ്ങൾക്ക് ശേഷം എത്തിയതിന് ശേഷം തേനും പാലും ഒഴുകുന്ന ഒരു രാഷ്ട്രമായി ഫലസ്തീൻ മാറി എന്ന് ബൈബിള് സൂചിപ്പിക്കുന്നുണ്ട്. വലിയ ഐശ്വര്യമുണ്ടായി, വലിയ സാമ്പത്തികമായ ഉയർച്ചയുണ്ടായി, ആളുകൾക്ക് സുഭിക്ഷതയുണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ കാണാം. ആ ഒരു സാഹചര്യം വന്നണഞ്ഞപ്പോ ബനു ഇസ്രായേലായി മാറി ഇത്തരം ജീവിത ഐശ്വര്യങ്ങളുടെ അനന്തരാവകാശികൾ. ഇന്നലെ വരെ ഖിബ്തി വംശത്തിൽപ്പെട്ടവരായിരുന്നു അതിന്റെ അവകാശികളെങ്കിൽ നാളെ ബനു ഇസ്രായേൽ അതിന്റെ അവകാശികളായി മാറുന്നു എന്ന കാര്യമാണ് അല്ലാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂറത്തുൽ അഅറാഫിലെ ഒരു വാചകം അല്ലെങ്കിൽ 2 ആയത്തുകൾ ഇങ്ങനെയാണ്: ഫന്തഖംനാ മിൻഹും, നാം അവരോട് പ്രതികാരം ചെയ്തു. ഫഅഗ്റഖ്നാഹും, അങ്ങനെ നാം അവരെ മുക്കിക്കൊന്നു. ഫിൽ യമ്മി, ആ നദിയിൽ. ബിഅന്നഹും, കാരണം കസ്സബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി അവര് എന്നതാണ് അതിന് കാരണം. വകാനു അൻഹ ഗാഫിലീൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ അവര് ഒട്ടും ശ്രദ്ധയും കരുതലും ഉള്ളവരായിരുന്നില്ല എന്നതുമാണ് കാരണം. എന്നിട്ട് വഔറസ്നൽ ഖൗമ, എന്നിട്ട് നാം ഈ ജനതയെ, ബനു ഇസ്രായേലിനെ അനന്തരാവകാശികളാക്കി. മഗാരിബഹ അൽ ഔറസ്നൽ ഖൗമല്ലദീന കാനു യുസ്തളഅഫൂൻ, നാട്ടില് അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹം എന്ന് വെച്ചാൽ ബനു ഇസ്രായേൽ സമൂഹം, അവരെ നാം മശാരിഖൽ അർളി വ മഗാരിബ, അർളിന്റെ കിഴക്കും പടിഞ്ഞാറും അവരുടെ അധീനതയിലാക്കി. അൽ അർള് എന്നത് അല്ലത്തി ബാറഖ്ന ഫീഹ എന്ന വിധത്തില് പരാമർശിക്കുന്ന
അൽ അർള് ഫലസ്തീനെ കുറിച്ചുള്ള പരാമർശമാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അനുഗ്രഹീതമായ നാട്, നാം അനുഗ്രഹിച്ച നാട് എന്ന് പ്രത്യേകം പറയുന്നത് ഫലസ്തീനെ പരാമർശിച്ചുകൊണ്ടാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഫലസ്തീൻ ഈ ദൈവികമായ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ ഈ നാട്, ആ നാടിന്റെ കിഴക്കും പടിഞ്ഞാറും എന്ന് പറഞ്ഞാൽ ആ നാട് മുഴുവനായും എന്ന് തന്നെ മനസ്സിലാക്കാം. ആ നാടിന്റെ മശാരിഖൽ അർളി വ മഗാരിബഹ, അങ്ങനെ ഇവിടെ പറയുന്നു. അതിന്റെ കിഴക്കും പടിഞ്ഞാറും നാം അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തു. അവര് അതിന്റെ അവകാശികളായി മാറി. ഫലസ്തീൻ ഭൂപ്രദേശം അവരുടെ കയ്യിലായി. നാം പ്രത്യേകമായി അനുഗ്രഹിച്ച ഒരു ഭൂപ്രദേശമാണത് എന്നുകൂടിയാണ് അല്ലത്തി ബാറക്നാ ഫീഹ. ഇങ്ങനെയാണ് സൂറത്തുൽ അഅറാഫിലെ 136, 137 ആയത്തുകളിൽ പറയുന്നത്. അപ്പൊ ഈ ആയത്തുകളെ നമ്മളിപ്പോ വായിച്ച 159 ആയത്ത്, ഇവിടുത്തെ 59 ആയത്ത് ഈ ശുഅറയിലെ, അതുമായി ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ ബനൂ ഇസ്രായേൽ പിന്നീട് അനന്തരാവകാശികളായി മാറിയത് ഈജിപ്തിലെ ഈ സമ്പത്തും ഐശ്വര്യങ്ങളുടേതും ഒക്കെയായ പ്രദേശങ്ങളുടെ അനന്തരാവകാശികളായി മാറി എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അനന്തരാവകാശികളായി മാറി. അത് മറ്റൊരു നാട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലാണ് അവർക്ക് ആ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ അനുഭവിക്കാൻ സാധിച്ചത്. നേരത്തെ ഈജിപ്തിലെ ഖിബ്തി വംശം അനുഭവിച്ചിരുന്ന ആ ഭൗതികമായ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ അതുപോലെയുള്ളത് പിന്നീട് ബനൂ ഇസ്രായേൽ ഫലസ്തീനിൽ അനുഭവിക്കുന്നവരായി മാറി. അവര് ദുർബലരായ, അടിച്ചമർത്തപ്പെടുന്ന ആളുകളായിരുന്നു എന്ന അവസ്ഥ മാറി അവര് മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സെഷൻ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ തുടർന്നുള്ള ആയത്തുകളുടെ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ചോദ്യങ്ങൾ ഇവിടെ വന്നത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, മൂസ, ഇത് കാസിം എന്നുള്ള പ്രൊഫൈലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മൂസ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിന് മാത്രമുള്ള പ്രവാചകനെ ആണെങ്കിൽ എന്തിനാണ് ഫറോവയോട് പ്രബോധനം ചെയ്യുകയുണ്ടായത് എന്നതാണ് ഒരു ചോദ്യം. മൂസ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിനുള്ള പ്രവാചകനാണ്. പക്ഷെ ബനൂ ഇസ്രായേലിന്റെ കാര്യത്തില് ദൈവിക മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കുക മാത്രമല്ല, അവരെ ഈജിപ്തിൽ നിന്ന് നയിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുക, ഒരു വിമോചകൻ എന്നുള്ള നിലക്ക് അവരുടെ വിമോചകനായിട്ട് ഒരു ദൗത്യം നിർവഹിക്കുക എന്ന നിലക്ക് കൂടിയാണ് ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാവുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് നിർദ്ദേശിക്കുന്നത് ഇദ്ഹബാ ഇലാ ഫിറഔന ഇന്നഹു തഗാ എന്നാണ്. നിങ്ങൾ ഇരുവരും ഫിറൗന്റെ അടുക്കലേക്ക് പോവുക, അവന് ധിക്കാരിയായിരിക്കുന്നു, അവനോട് വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രബോധന ദൗത്യം ഫിറൗന്റെ മുന്നിലും അവതരിപ്പിക്കണം എന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ മുഖ്യമായിട്ട് അള്ളാഹുവിന് മുൻകൂട്ടി അറിയാവുന്ന കാര്യമാണ് ഫിറൗൻ മൂസ അലൈഹി ഇസ്ലാമിനെ വിലവെക്കാൻ പോകുന്നില്ല. പിന്നീട് അടുത്ത ഘട്ടത്തിൽ ബനൂ ഇസ്രായേലിനായിട്ട് നാട്ടിൽ വിടുകയാണ് വേണ്ടി വരിക എന്നതൊക്കെ. അപ്പൊ ആ അടിസ്ഥാനത്തിൽ പിന്നീട് ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടം നിർവഹിക്കുകയാണ് മൂസ അലൈഹി ഇസ്ലാം ചെയ്യുന്നത്. ആദ്യം ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു എന്നുകൊണ്ട് പ്രപഞ്ചങ്ങളുടെ നാഥന്റെ ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സത്യമാർഗത്തിലേക്ക് ഫിറൗനെ ക്ഷണിക്കാൻ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി അദ്ദേഹത്തിന് ചുമതലപ്പെടുത്തിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് അവസാനിച്ചു. പിന്നെ മറ്റൊരു ചോദ്യം, സാഹിറുകൾ സുജൂദ് ചെയ്തു എന്നത് ഇവിടെ പറയുന്നുണ്ടല്ലോ. സുജൂദ് പൗരാണിക സമൂഹത്തിൽ തന്നെ ദൈവത്തിനുള്ള സമർപ്പണത്തിന്റെ ഒരു രീതിയായിരുന്നു എന്നതാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സുജൂദ് എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ മുഴുവനും അള്ളാഹുവിനോട് എടുക്കേണ്ട ഒരു നിലപാട്, സമർപ്പണത്തിന്റെ രീതിയാണ്. മലക്കുകൾ സുജൂദ് ചെയ്യുന്നു, അതുപോലെ ആദം അലൈഹി ഇസ്ലാമിനോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദം അലൈഹി ഇസ്ലാമിന് മലക്കുകൾ സുജൂദ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോ
സുജൂദ് എന്നത് അള്ളാഹുവിന് സമർപ്പിക്കുക എന്ന ഒരു സംഗതി എന്ന നിലക്ക് മനുഷ്യോൽപത്തിയുടെ തുടക്കം മുതൽ തന്നെ ഉണ്ട് എന്നതാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റൊരു ചോദ്യം, മുസ്ലിം കളിക്കാര് കളിക്കളത്തില് അവര് വിജയിക്കുന്ന ഘട്ടത്തിൽ സുജൂദ് ചെയ്യുന്നു. പക്ഷെ ചില മുസ്ലിം വിഭാഗങ്ങൾ പറയുന്നത് സുജൂദ് നമസ്കാരത്തിലും അതുപോലെ ഖുർആൻ തിലാവത്ത് ചെയ്യുന്ന ഘട്ടത്തില് സുജൂദിന്റെ ആയത്ത് വരുമ്പോഴും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നതാണ് ചോദ്യം. അപ്പോ ഇത് ആ മുസ്ലിം വിഭാഗം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അത് അറിയില്ല എന്നതാണ് വസ്തുത. ഇസ്ലാമില് ശുക്രിന്റെ സുജൂദ് ഉണ്ട്. ഒരാൾക്ക് ഒരു ദൈവിക അനുഗ്രഹം ഉണ്ടായാൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് ഉടനെ തന്നെ അതിന് പ്രത്യേകിച്ച് ഒരുക്കങ്ങളില്ല, സ്ഥലം തയ്യാറാക്കേണ്ടതില്ല, ഒതു നിർവഹിക്കേണ്ടതില്ല, അങ്ങനൊന്നുമില്ല. ഏതവസ്ഥയിലാണ് നമ്മളുള്ളത് അവിടെ അള്ളാഹുവിനെ സാഷ്ടാംഗം ചെയ്യുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുജൂദ്, അതിന് ശുക്രിന്റെ സുജൂദ് എന്നാണ് പറയാം. അത് തെറ്റായി മനസ്സിലാക്കിയിട്ട് ചിലര് ശുക്രിന്റെ നമസ്കാരം എന്നതിലൊക്കെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ശുക്ർ നമുക്ക് തോന്നുന്ന ഘട്ടത്തില് സുജൂദിൽ വീഴുകയാണ് ചെയ്യുക. സുലൈമാൻ അലൈഹിസ്സലാം അങ്ങനെ സുജൂദിൽ വീണ കാര്യം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. നന്ദി സൂചകമായിട്ട് അള്ളാഹുവിനോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്ന കാര്യം എന്നുള്ള നിലക്ക് ആ മൊമെന്റിൽ തന്നെ സുജൂദിൽ വീഴുക എന്നത്. അപ്പോ ആ ഒരു കാര്യമാണ് ഈ മുസ്ലിം കളിക്കാര് കളിക്കളത്തില് അവർക്ക് ഒരു ദൈവിക സഹായം ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തില് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം SK എന്നുള്ള പ്രൊഫൈൽ എന്നുള്ളതാണ്. അള്ളാഹു ഭൗതിക ശരീരമുള്ള ഒരാളാണ്. മൂന്നാം ആകാശത്തേക്ക് ദിവസേന പുലർക്കാലത്ത് നമസ്കാരം സ്വീകരിക്കാൻ ഇറങ്ങി വരുന്ന ഒരു എൻറ്റിറ്റിയാണ്. ആരോ ചിലർ വാദിക്കുന്നത് പോലെ ഭൗതിക ശരീരമില്ലാത്ത ഒരു സത്ത മാത്രമാണ്. എന്താണ് ആ പരമമായ സത്യം എന്നത്? അള്ളാഹുവിന്റെ സ്വത്വം എന്താണ് എന്നത് നമുക്ക് വ്യംഗ്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിവരണം മാത്രമേ വിശുദ്ധ ഖുർആനും ഹദീസുകളും ഒക്കെ നൽകുന്നുള്ളൂ. കാരണം ഈ ഭൗതിക ലോകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രീതിയിലല്ല. നമ്മൾ എന്താണ് അള്ളാഹുവിന്റെ രൂപം എന്ന് നമ്മളെ സങ്കല്പിച്ചാൽ, ഊഹിച്ചാൽ അള്ളാഹു അതല്ല എന്നാണ് ഹദീസുകളിൽ സൂചിപ്പിക്കപ്പെടുന്നത്. നമ്മൾ അള്ളാഹുവിന് ഒരു രൂപം മനസ്സിൽ കണ്ടു എന്ന് വെക്കുക. അങ്ങനെ നമ്മൾ കണ്ടാൽ ആ രൂപമല്ല അള്ളാഹുവിൻ്റെത് എന്നതാണ് ഹദീസുകളിൽ പറയുന്നത്. അത് നമ്മുടെ ഈ ടെമ്പറൽ വേൾഡിൽ നിന്ന് അള്ളാഹുവിന്റെ സ്വത്വത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചില വിവരണങ്ങൾ ഖുർആനിലും ഹദീസുകളിലും കാണാം. അത് മനുഷ്യനോടാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഒരു മാലാഖന്മാരുടെ പരിവാരങ്ങളുടെ അകമ്പടിയോടുകൂടി അള്ളാഹു ഒരു രാജാവൊക്കെ വരുന്നത് പോലെ അങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത്, അതൊക്കെ തന്നെ നമ്മളുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ചില വിവരണങ്ങൾ മാത്രമാണ്. അതാണ് അള്ളാഹു എന്ന് സങ്കല്പിക്കാൻ നമുക്ക് വിശുദ്ധ ഖുർആന്റെ അതുപോലെ ഹദീസുകളുടെ സൂചനകളിൽ നിന്ന് സാധിക്കില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ചില രൂപങ്ങൾ ഉപയോഗിച്ച് അള്ളാഹു നമുക്ക് വേണ്ടി അത് വിവരിച്ചു തരുന്നു എന്നേ ഉള്ളൂ. മൂന്നാം ആകാശത്തേക്ക് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നു എന്നൊക്കെ പറയുന്നത് അതുപോലെയുള്ള ഒരു വിവരണമാണ്. അത് ഏത് വിധത്തിലാണ് യാഥാർത്ഥ്യമാവുക എന്നത് നമുക്കറിയില്ല. അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമില്ല. അതുകൊണ്ട് ഈ വിവരണത്തെ നിഷേധിക്കാനോ ഈ വിവരണത്തെ അതിന്റെ അക്ഷരം പ്രതി പുലരുമെന്നോ പറയേണ്ട കാര്യം നമുക്കില്ല. ഏതോ വിധത്തിൽ ഇതാണ് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വിവരണം. പക്ഷെ അത് ലിറ്ററൽ സെൻസിൽ അക്ഷര തലത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ട് അതിന്റെ ബാക്കി കൂടി വിശദാംശങ്ങൾ കണ്ടു കളയാം എന്ന് നമ്മൾ കരുതിയിട്ട് അതിനു വേണ്ടി മുതിരുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇതാണ് വസ്തുത. ഇപ്പോ ഇത് മനുഷ്യരോട് സംവദിക്കുന്നതിന്റെ ഭാഗമായിട്ട്
മനുഷ്യരുടെ ഭാഷയിൽ അവർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള വിവരണം. അപ്പോൾ നമ്മൾ സിംഹാസനത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ അർശിനെ കുറിച്ച് പറയുന്നു. അള്ളാഹുവിന്റെ വസിയ കുർസിയുഹു സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ വ്യാപിച്ചു കിടക്കുന്ന അവന്റെ അധികാര പീഠം, അവന്റെ സിംഹാസനം. ഇതൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ സിംഹം ഇരിക്കുന്ന ഒരു ഇരിപ്പിടം, അല്ലെങ്കിൽ രാജാക്കന്മാർ ഇരിക്കുന്ന ഒരു ഇരിപ്പിടം എന്നൊക്കെയുള്ള ഒരു ആശയം മനസ്സിലേക്ക് വരുമല്ലോ. അത്രയൊക്കെ അതിന്റെ പേർപ്പസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ലിറ്ററൽ സെൻസിൽ നമ്മൾ അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതിന് ഈ മെറ്റീരിയൽ വേൾഡിൽ, ഈ ടെമ്പറൽ വേൾഡിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അത് മനസ്സിലാവുക എന്നത് അള്ളാഹുവിന്റെ സ്വത്വത്തെ ഉൾക്കൊള്ളുന്നതിന് യാതൊരു തടസ്സവും ആവുന്നില്ല. അത് ഒരു അനിവാര്യതയായിട്ട് അത് മനസ്സിലാവുക എന്നത് നിലനിൽക്കുന്നേയില്ല. അതിന്റെ ക്വിന്റ് എസെൻസ് പറഞ്ഞാൽ ഈ പ്രപഞ്ച സംവിധാനങ്ങളുടെ മുഴുവനായിട്ടും അതിന്റെ സ്രഷ്ടാവായ, നിയന്ത്രകനായ ഒരു അധിപനുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. അപ്പൊ അത് മനുഷ്യ മനസ്സിൽ ഒരു ചിത്രം കോറിയിടുന്ന, അതിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള ചില വിവരണങ്ങളൊക്കെ കാണാം എന്നേ ഉള്ളൂ. അത്രേ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.